ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ഒരു ലൈഫ് അപ്ഡേറ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ ഡെലിവറിയുടെ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. എൻ്റെ ആക്ച്വൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ഫസ്റ്റ് വീക്കായിരുന്നു. പക്ഷേ ഇത് കുറച്ച് മുന്നേ ആണ് എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഡോക്ടർ നമ്മളടുത്ത് വന്ന് അഡ്മിറ്റ് ആവാനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ പോവുകയാണ്. ഇപ്പം അക്കിയുണ്ട്, അക്കിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറിയുടെ ഭാഗമായിട്ട്. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗിൽ ഒരുപാട് ഷോർട്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ഒക്കേഷൻസും ഡിഫറെൻറ്റ് കാര്യങ്ങളും ആയിട്ടുള്ളൊരു വീഡിയോസ് നിറഞ്ഞിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. കാരണം ഒരു കണ്ടിന്യൂസ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള ഷോർട്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ വിശേഷങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും ഈ ഒരു വീഡിയോ. പിന്നെ നമ്മുടെ ബേബി ഒന്ന് കുറച്ച് വലുതായി വരുമ്പം അവർക്കും ഇതൊന്ന് കാണാൻ വേണ്ടി പറ്റും, എന്തൊക്കെയായിരുന്നു ഉണ്ടായത്, കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് പോലെ ഞാനൊന്ന് ചെയ്യണമെന്നും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മളിത് ദുബായിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. NMC ഹോസ്പിറ്റലാണ് എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒക്ടോബർ 11-നാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് പോലും ഇല്ല, 10 മിനിറ്റ്സിൻ്റെ അടുത്താണ്. ഇനി അവിടെ ചെന്നിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. ഡോക്ടർ നമ്മളോട് വന്ന് രാത്രി അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. പിന്നെ കുറച്ച് ഇൻഷുറൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ, പേപ്പർ വർക്ക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റ് 12-ന് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം 12 ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് റൂമൊക്കെ കിട്ടി, നമ്മൾ അഡ്മിറ്റായി. ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ CTG നോക്കിക്കൊണ്ടിരിക്കുക. ബേബിയുടെ മൂവ്മെൻറ്റ്സും ഹാർട്ട് ബീറ്റും പിന്നെ അതുപോലെ കോൺട്രാക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ടെൻഷനുണ്ട്, പക്ഷെ എന്നാലും റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ വീഡിയോ ആക്ച്വലി എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഞാൻ അന്ന് ആ ഒരു ടെൻഷനും കാര്യങ്ങളും എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് ഒന്നുകൂടി ഓർമ്മ വരികയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു റൂം. ഞാനവിടെ അഡ്മിറ്റ് ആയിട്ട് കുറച്ച് ബ്ലഡ് സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എൻ്റെ അടുത്ത് നടക്കാനൊക്കെ പറഞ്ഞു, വാഷ്റൂമിൽ പോകണമെങ്കിൽ പോവാം. അങ്ങനെ അവർ ഫുഡൊക്കെ കൊണ്ടു തന്നു. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് മീല്. ഞാൻ എൻ്റെ ഡെലിവറിക്ക് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് മീലായിരുന്നു ഇത്. കാരണം അത് കഴിഞ്ഞാൽ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അക്കി അമ്മേനെ വീട്ടിലോട്ട് കൊണ്ടാക്കി. കാരണം ആദ്യം നമ്മൾ വിചാരിച്ചു അമ്മയ്ക്കും കൂടി സ്റ്റേ ചെയ്യാൻ പറ്റുന്നു. പിന്നെ അവർ പറഞ്ഞു ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അക്കിയായിരുന്നു നിന്നത്. എനിക്ക് പിന്നെ ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ടെൻഷൻ ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെയോ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചത് രാവിലെ ആയി. അങ്ങനെ നേരം പുലർന്നു. ഇപ്പം CTG വീണ്ടും ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇങ്ങനെ പെയിൻ വന്നും പോയും ഇരിക്കുകയാണ്. നല്ല രീതിയിൽ പെയിൻ വന്നു. കുറച്ച് മുമ്പ് ഒരു 100 വരെ എത്തി. അത് കഴിഞ്ഞ് വീണ്ടും കുറഞ്ഞു. അങ്ങനെ 5 മിനിറ്റ്സ് കൂടുമ്പോൾ ഇപ്പം എനിക്ക് പെയിൻ വരുന്നുണ്ട്. അക്കി വീട്ടിലോട്ടൊന്ന് പോയിരിക്കുകയാണ് അമ്മേനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റിംഗ് അല്ല, ലേബർ പെയിൻ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ കൂളാക്കാൻ സ്നാപ്പിൽ കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ വെച്ച് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് വീഡിയോ. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെയിൻ വന്നു, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ സംഭവിച്ചു. അതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യാനായിട്ട് ക്ലിപ്സൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഇത്രയും കാലം മൈൻഡിൽ എപ്പോഴും പീരിയഡ്സിൻ്റെ പെയിനായിരുന്നു ഏറ്റവും പെയിൻഫുൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പെയിൻ ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലത്തെ ഒരു വേദനയാണ്. പക്ഷേ ആ വേദനയെല്ലാം നമ്മുടെ ബേബീനെ കണ്ടപ്പോഴേക്കും അതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി. ആ പെയിൻ ഇപ്പോൾ ആലോചിക്കുമ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു ഇതാണ്. അങ്ങനെ സിസേറിയനായിരുന്നു എനിക്ക്. നോർമൽ ഡെലിവറീൻ്റെ മാക്സിമം ഞാൻ നോക്കി, ഒട്ടും പറ്റാതെ
10 സെൻറ്റിമീറ്റർ ഡയലേഷനും എല്ലാം എത്തി. അത്രയും കംപ്ലീറ്റ് പെയിനും സഫർ ചെയ്തിട്ട് എനിക്ക് നോർമൽ ഡെലിവറി പറ്റിയില്ല, സിസേറിയനിലേക്ക് എൻഡ് ചെയ്തു. എന്തൊക്കെയാണേലും ഞാനവിടെ ബെഡിൽ കിടക്കുകയാണ്. എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് താഴത്തോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അമ്മ എടുത്ത വീഡിയോ ആണിത് ഫോണിൽ. അമ്മ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പം എടുത്തുന്ന വീഡിയോ ആണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ അവളെ കാണുന്നത് ഈ ഒരു വീഡിയോയിലൂടെയാണ്. പിന്നെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അക്കിയും അമ്മയും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അമ്മയും അക്കിയും തന്നെയായിരുന്നു മെയിൻലി ആദ്യത്തെ ആ ഒരു 3 ഡേയ്സൊക്കെ ബേബീനെ നോക്കിയത്. കാരണം എനിക്ക് സിസേറിയൻ കഴിഞ്ഞു, അതിൻ്റേതായ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ബേബീനെ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ബാക്ക് പെയിനും ഷോൾഡർ പെയിനൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് അവളെ തീരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു 5 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഡിസ്ചാർജ് ആവേണ്ടതായിരുന്നു. എൻ്റെ ഈ ബാക്ക് പെയിനും ഷോൾഡർ പെയിനും ഒക്കെ ഒരു റീസണാണ് കുറച്ച് എക്സ്റ്റെൻഡ് ആവാനായിട്ട്. കാരണം ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമുക്ക് ഡിസ്ചാർജ് കിട്ടി. അങ്ങനെ പോകുന്നതിൻ്റെ മുമ്പ് ഇവളെ നഴ്സറി കൊണ്ടുപോയിട്ട് അവിടുത്തെ സിസ്റ്റേഴ്സ് ഇവളെ ഇങ്ങനെ സ്വാഡിൽ ചെയ്തിട്ടൊക്കെ കൊണ്ടു തന്നു. അങ്ങനെ ഒരു 11:50 ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡിസ്ചാർജൊക്കെ കിട്ടി, പേപ്പർ വർക്ക്സ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വന്ന പോലെയല്ല തിരിച്ചു പോകണം, അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. വന്നത് ഭയങ്കര ടെൻഷനാണെങ്കിൽ തിരിച്ചു പോണത് ഭയങ്കര സന്തോഷമായിട്ടാണ് തിരിച്ചു പോണത്. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ആൾക്കാരൊക്കെ വെൽക്കം ചെയ്യാനുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. പക്ഷേ നാട്ടിലോട്ട് നമ്മൾ പോകുമ്പം നമ്മൾ ആ ഒരു വാം വെൽക്കമിൽ എല്ലാവരും സ്വീകരിക്കും എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ രാത്രി വീട്ടിലോട്ട് കയറുകയാണ്. അങ്ങനെ അക്കു ബേബി ആദ്യമായിട്ട് നമ്മുടെ ഫ്ലാറ്റിലോട്ട് വരികയാണ്. ഞങ്ങളുടെ റൂമിൽ കയറട്ടെ. ആക്കി നമ്മൾ വരുമ്പോഴേക്ക് റൂം ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഇതെല്ലാം സെറ്റ് ചെയ്ത് ബലൂൺസൊക്കെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നോക്കിയപ്പം 2 വിസിറ്റേഴ്സ് ഉണ്ട് അക്കുവിനെ കാണാൻ വേണ്ടി വന്നിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ക്യാപ്ചർ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ മമ്മ വരുന്നുണ്ട്, അതാണ് അടുത്ത വീഡിയോ. മമ്മ ആക്ച്വലി എൻ്റെ ഡ്യൂ ഡേറ്റ് നവംബർ 1st വീക്ക് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി നേരത്തെ കൂട്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒക്ടോബർ ലാസ്റ്റിലോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡെലിവറി ടൈമിൽ മമ്മയ്ക്ക് അവിടെ ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ അമ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ടാലി ആയിട്ട് പോയി. ഇനിയിപ്പം 2 അമ്മമാരും ഉണ്ടാവും. അപ്പം അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ആളെ ഒന്ന് വെൽക്കം ചെയ്യാനായിട്ട് ഞാനൊരു റോസൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ പോവാണ്. അവിടെ എത്തിയിട്ട് കുറച്ച് ടൈമായി. ഞാനൊരു ലൊക്കേഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ നേരം അമ്മേനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എവിടെയും കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെയാണ് ഞാൻ കണ്ടുപിടിച്ചത് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആളെ കണ്ടു കിട്ടി. അങ്ങനെ നമ്മുടെ റോസൊക്കെ കൊടുത്തു. അമ്മ എങ്ങനെയായിരുന്നു യാത്ര? പീസ്ഫുള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പം ഇനി റെഡിയായി, ടയേർഡായില്ല. പക്ഷേ കുറച്ച് വാഷ്റൂമിൽ പോകാത്ത ഒരു ബുദ്ധിമുട്ടായി. അപ്പം ഇങ്ങനത്തെ എന്തായാലും നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. പൂവ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? കുറേ പൂക്കളായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെ, കുറേ മൾട്ടിപ്പിൾ കളേഴ്സും എല്ലായിട്ട്. അങ്ങനെ അമ്മയും ഫസ്റ്റ് ടൈം അമ്മ നമ്മുടെ ദുബായ് ഫ്ലാറ്റിലോട്ട് വരികയാണ്. പിന്നെ അതുമാത്രമല്ല എൻ്റെ ബേബീനെ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെ ലെവലായിട്ട് എനിക്കുണ്ട്.
അമ്മ അവിടെ ഇരുന്ന് അവൾക്ക് പാലൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ പോരുമ്പോൾ അവൾ ഉറങ്ങായിരുന്നു. അപ്പം അവൾ എണീറ്റിട്ടുണ്ട്. ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയതിന് ശേഷം ബേബീനെ എടുക്കാമെന്ന് പറഞ്ഞ അമ്മ പോയി കുളിച്ച് വന്നതിന് ശേഷമാണ് അവളെടുത്തത്. അങ്ങനെ ഇപ്പം എന്താ പറയുക, ഗ്രാൻഡ് മദറായി. അപ്പം അമ്മൂമ്മയായി. ഇപ്പം അമ്മൂമ്മ എന്നുള്ള സാധനം അമ്മയ്ക്ക് പറയുമ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ എനിക്ക് അമ്മ എന്ന് പറയുന്ന പോസ്റ്റ് തന്നെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പയ്യാണല്ലോ നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്ന് ആ ഒരു എന്താ പറയുക മദർഹുഡൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അമ്മേനെ ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് ബേബി ഉറങ്ങുന്ന ടൈമിൽ അമ്മേനെ ഏൽപ്പിച്ച് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. മമ്മ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഒരു ഷോപ്പിംഗ്? ഭയങ്കര രസം, ഭയങ്കര കളർഫുള്ളാണ്. കംപ്ലീറ്റ് ഓഫ് ലൈറ്റ്സ് എല്ലാം ആയിട്ട്, പിന്നെ ബിൽഡിങ്സ് അല്ലേ, കോൺക്രീറ്റ് ബിൽഡിങ്സ് ഓൾ അറൗണ്ട്. വ്യത്യാസമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഡേ ടു ഡേ എങ്ങനെയുണ്ട് ഷോപ്പിംഗ്? കുഴപ്പമില്ല, എല്ലാ സാധനങ്ങളും ഒരു സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നി. അപ്പൊ നമുക്ക് പോകുന്നതിന് മുന്നേ വാങ്ങണം. അപ്പൊ നമുക്ക് ഇനി വരാം. നമ്മുടെ വീട്ടിനടുത്ത് നമുക്ക് നടക്കണ ദൂരല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ അക്കുവിൻ്റെ 28th ഡേ ആയി, അതായത് 28. അപ്പോൾ 28ൻ്റെ ചടങ്ങ് നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്തത്. ജസ്റ്റ് ഞാനും അക്കയും അമ്മയും പിന്നെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേര് മാത്രം. പിന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് 2 നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു രീതിയിൽ നമുക്ക് പറ്റണ പോലെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവക്ക് കെട്ടാനുള്ള ചരടും കാര്യങ്ങളൊക്കെ മമ്മ അവിടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ നാട്ടിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അവളുടെ 28 ആ ദിവസം തന്നെ നമുക്ക് ചരട് കെട്ടണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അന്നെ നമ്മൾ ചെയ്യണത്. പിന്നെ അന്നത്തെ ദിവസം സദ്യയായിരുന്നു. സദ്യ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മ പായസം ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ദിവസം വളരെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കടന്നുപോയത്. അവൾ കുഞ്ഞായതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ ആ കറുത്ത വളയൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവില്ല, അതെല്ലാം ഊരി പോരായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഇട്ടൊക്കെ കൊടുത്തു. പഞ്ചലോകത്തിൻ്റെ തളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മ കരി വരച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെറിയതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പരിപാടി അങ്ങനെ അങ്ങോട്ട് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. എൻ്റെ വ്ളോഗിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് വീഡിയോ ബിറ്റ്സൊക്കെ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരാണ് നമ്മൾ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞത്. ഇത് ജിനോ ബ്രോ, പാപ്പച്ചേട്ടനാണ്. തലയൊന്നുമില്ലണ്ടോ? അങ്ങനെ അക്കുവിൻ്റെ 28 ഒന്നും കൂടി കളർഫുള്ളായി. ഇവർ 2 പേരും കൂടി വന്നപ്പം സദ്യയും പായസമൊക്കെ കുടിച്ച് ആ ദിവസം അങ്ങനെ തീർന്നു. ഇനി നമ്മുടെ അക്കിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ കുട്ടിയുടെ അപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ എനിക്ക് പറ്റുന്ന പോലത്തെ കുറച്ച് സർപ്രൈസസൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കു ബേബി വന്നിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ എനിക്ക് കുറച്ച് റിസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലിരുന്ന് ബർത്ത്ഡേ സർപ്രൈസസ് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിലേ പറ്റുണ്ടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ ആക്കി അറിയുമല്ലോ. അപ്പം വളരെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലത്തെ കുഞ്ഞു സർപ്രൈസസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കേക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തിരി ഒരു കഷ്ണം അവളുടെ മുഖത്ത് വീണു. അതാണ് ഇപ്പോൾ കാണുന്നത്. മമ്മ അക്കിക്ക് 2 ടീഷർട്ട്സ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കെപ്പോഴും ഗിഫ്റ്റ്സ് കൊടുക്കാനായിട്ട് ഒരു കുഞ്ഞു സാധനം ആണെങ്കിലും
അത് കുറേ എണ്ണം അങ്ങനെ വെച്ചിട്ട് കൊടുക്കാനാണ് ഇഷ്ടം. ഒരൊറ്റ സാധനത്തിൽ നിന്ന് സർപ്രൈസ് നിന്നുവല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് നമ്പർ ഓഫ് ഐറ്റംസ് എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിൽ ഒരെണ്ണം കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടിയ സാധനം ഉണ്ടാവും. ബാക്കിയെല്ലാം വളരെ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ തവണ അക്കി മുന്നേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ഒരു മെറ്റ്കോൺ ഷൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തവണ ഇത് ജിമ്മിലൊക്കെ ഇടാൻ പറ്റും, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തോ ഒരു ഷൂ ആണ്. അപ്പോൾ അത് പറയണതൊക്കെ കേട്ടിട്ട് ഞാൻ ആ ഒരു സംഭവമാണ് ഈ തവണ ഗിഫ്റ്റ് കൊടുത്തത്. എന്തായാലും എൻ്റെ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് അക്കി സത്യം പറഞ്ഞാൽ ഞെട്ടി. എങ്ങനെ എൻ്റെ മെമ്മറിയിൽ ഈ ഒരു പേരൊക്കെ ഓർത്ത് വെച്ചു എന്നൊക്കെയാണ് അക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ റിയൽ ഓഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല, കാരണം കുറച്ച് ലോങ് കോൺവെർസേഷൻസ് ആണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. അങ്ങനെ ആ ബർത്ത്ഡേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എൻഡ് ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ വരുന്നുണ്ട്. പപ്പ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോകാനുള്ള ടൈമായെന്നും കൂടിയാണ് എൻ്റെ അർത്ഥം. കാരണം പപ്പ 1 വീക്കിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ പിക്ക് ചെയ്യാൻ നമ്മൾ എയർപോർട്ടിലോട്ട് പോയി. അങ്ങനെ പപ്പയും ഫസ്റ്റ് ടൈമാണ് എൻ്റെ ബേബിനെ കാണാൻ വേണ്ടി പോണത്. അപ്പം നമ്മൾ ഫ്ലാറ്റിലെത്തി. അങ്ങനെ പപ്പ ജസ്റ്റ് ആദ്യം വന്ന് നോക്കിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടാണ് പിന്നെ ബേബിനെ എടുത്തത്. അപ്പൂപ്പന അവിടെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്. പൂച്ചക്കുട്ടികളുണ്ട്. കുഞ്ഞനല്ലേ ഇത്, കുഞ്ഞുകുട്ടി എമ്പടെ ആരെ കരയില്ല, എപ്പോഴാ കരയെ ചെരിക്കൂ രാത്രിയാ. അങ്ങനെ അമ്മ തിരിച്ചു പോയി. പിന്നെ നമ്മൾ വേറൊരു ദിവസം നമ്മൾ ഈവനിങ് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബേബിയുടെ സ്ട്രോളർ ഓർഡർ ചെയ്തിട്ട് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഇവളെ നമുക്ക് ഈ ഒരു ഇത്രയും തിരക്കുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ നടക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ട്രോളറിൽ ആകുമ്പം സൗകര്യമായിട്ട് നമുക്കത് അവളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവളുടെ ഫസ്റ്റ് ഒരു ഔട്ടിംഗ് ആണ് ഈ സ്ട്രോളറിലായിട്ട്. അക്കി അങ്ങനെ ടിക്കറ്റൊക്കെ മേടിച്ച് വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പെവിലിയൻസൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി. ഓരോ പെവിലിയൻസായിട്ട് നമ്മൾ ഇറങ്ങി. പെട്ടെന്ന് തന്നെയാണ് നമ്മൾ പോയി വരുന്നത്. പിന്നെ മമ്മയ്ക്ക് എവിടെയെങ്കിലും എക്സ്ട്രാ നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നത് തന്നെ ഒരു വ്യത്യാസമായിരുന്നു. പിന്നെ മമ്മയ്ക്ക് ഒരു ടർക്കിഷ് ഐസ്ക്രീം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ പപ്പനും അമ്മേനും നിർത്തി കുറച്ച് ഫോട്ടോസ് എടുത്തു. കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബേബിക്ക് അത് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ അവളെ സ്വാഡിലൊക്കെ ചെയ്തിട്ടൊക്കെ തന്നെ കൊണ്ടുവന്നത്. പക്ഷേ എന്നാലും നമ്മളധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ദിവസം തിരിച്ചു പോകാനല്ല, നവംബർ 27 നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് ഷാർജ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയും അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അക്കുമായിട്ട് ഫസ്റ്റ് ട്രാവലിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ നല്ല ടെൻഷൻ ഉണ്ട്. അവൾക്ക് നല്ല കംഫർട്ട് ഉണ്ടാവുമോ എങ്ങനെയാണ്, കാരണം ഒരു ന്യൂ ബോൺ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യല്ലേ. അപ്പോൾ പിന്നെ പപ്പയും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകണത്. അക്കി നമ്മുടെ കാർ എടുത്തിട്ടാണ് വരണത്, നമ്മൾ ടാക്സിയിലാണ് പോകണത്. കാരണം അക്കി വരുന്നില്ല നമ്മുടെ കൂടെ, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മളിത് ടാക്സിയിൽ ഷാർജ എയർപോർട്ടിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മ വന്ന സമയത്തായിരുന്നു നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടിൽ കൊണ്ടുപോയി അമ്മൂമ്മേനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അമ്മയും പപ്പയും വന്നപ്പം അങ്ങനെ നമുക്ക് എവിടെയും അങ്ങനെ കാര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഇതൊരു ഡെലിവറിയുടെ ഭാഗമായിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഇനിയും അവർ വരും. അപ്പം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കാം, കുറേ ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം വാവുള്ളതുകൊണ്ട് അവൾ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് വരും. അപ്പം നമുക്ക് കുറച്ചുകൂടിയും കാര്യങ്ങളെല്ലാം ഈസി ആയിരിക്കും അവളെയും എടുത്ത് ട്രാവൽ ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. പെട്ടെന്ന് തന്നെ ചെക്കിങ്ങും പരിപാടിയൊക്കെ തീർന്നു.
ഫ്ലൈറ്റ് കയറി. ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അവളെ ഫീഡ് ചെയ്തു, അതേപോലെ ലാൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവൾക്ക് ഫീഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് ഡിഫറൻസിൽ വരുന്ന ചെവിയുടെ പ്രശ്നമൊന്നും അവൾക്ക് വന്നില്ല. അതായിരുന്നു എൻ്റെ മെയിൻ ടെൻഷൻ. പക്ഷെ അവൾ കൂളായിട്ട് അവിടെ ഉറങ്ങി. അങ്ങനെ അക്കുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ഈവൻ കോക്ക്പിറ്റിലും കയറാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് ആകുമ്പം എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ. പക്ഷെ നമ്മളതിന് മുൻകൂട്ടി നമ്മൾ ക്യാബിൻ ക്രൂസിൻ്റെ അടുത്തൊക്കെ പറയണം. അപ്പോൾ അതനുസരിച്ചിട്ട് അവരത് നമുക്ക് സെറ്റ് ചെയ്ത് തരും. അങ്ങനെ അക്കുവിന് ആ ഒരു സർട്ടിഫിക്കറ്റും കിട്ടി. അതുപോലെ തന്നെ ഇവർ നമ്മളെ കോക്ക്പിറ്റിലും കയറ്റി നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോസും എടുത്തു. അത് ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കിട്ടില്ല, ഫസ്റ്റ് ഫ്ലൈറ്റിന് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അപ്പോൾ ആ ഒരു സംഭവം അക്കുവിന് കിട്ടി. നമ്മൾ ട്രാവൽ ചെയ്ത എയർലൈൻസ് എയർ അറേബ്യ ആയിരുന്നു. അപ്പോൾ താങ്ക്സ് ടു എയർ അറേബ്യ. അങ്ങനെ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലെത്തി. അപ്പോഴേക്കും നമ്മുടെ ഉദയമാമ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ തൃശ്ശൂർ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ ഒരു നീണ്ട വ്ളോഗ്, കുറേ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് എക്സ്പീരിയൻസസും എല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ.